പ്രിയരെ, സൗമ്യത മെമ്മോറിയൽ UP സ്കൂളിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ലോകം മാറുകയാണ്. ഒപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും എത്തി നിൽക്കുന്ന ഇന്ന് നമുക്ക് വേണ്ടത് പുതിയ ആശയങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടുന്നതും അതുതന്നെ. ലോകം മാറ്റിമറിക്കാൻ ഉള്ള ആശയങ്ങൾ ഉണരേണ്ടത് പുതുതലമുറയിൽ നിന്നാണ്. അവരാണ് നാളത്തെ പ്രതീകങ്ങളും പ്രതീക്ഷകളും. ഏറ്റവും തുടക്കത്തിലുള്ള പഠന നാളുകളിൽ തന്നെ പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും വളർന്നു വരുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്ക് ചുറ്റും. ഭാവി വാഗ്ദാനങ്ങളെ സൃഷ്ടിക്കാൻ, പുതുതലമുറയെ രൂപപ്പെടുത്താൻ മാറ്റങ്ങൾ അനിവാര്യമാണ്. ചിട്ടയായ പഠനവും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനവും നിശ്ചയദാർഢ്യവും ഇവിടെ കരുത്തിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാതലായ മാറ്റം വരേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞുപോയ ഇന്നലകളെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കാലത്തേക്ക് ചുവടുവെക്കാം. ഈ സ്കൂളിൻ്റെ ചരിത്രം വളരെ ചുരുക്കി ഇവിടെ അവതരിപ്പിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സൗമ്യത മെമ്മോറിയൽ UP സ്കൂൾ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ സ്കൂളിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ പ്രകൃതി മനോഹരമായ കുറ്റ്യാടിപ്പുഴ ഒഴുകുന്ന ചാനിയം കടവ് പുഴ പ്രദേശം വിദ്യാഭ്യാസ കാര്യത്തിലും മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലും എന്നും മഹത്തായ പൈതൃകം സൂക്ഷിക്കുന്ന ഒരു മനോഹരമായ ഗ്രാമപ്രദേശമാണ് ഇത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ ഉന്നത ഉദ്യോഗം നേടുകയും ഇന്ത്യയിലും വിദേശത്തും ഉയർന്ന ജോലികൾ നേടിയതും ഒരു യാഥാർത്ഥ്യം മാത്രം. തിരുവള്ളൂരിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചരിത്രമുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവ പൂർത്തീകരിക്കാനാവില്ല. സ്മരണയിൽ ജീവിക്കുന്ന പൂർവാധ്യാപകരായ ശ്രീ KK കൃഷ്ണക്കുറുപ്പ് മാസ്റ്റർ, മുൻ മാനേജറും പ്രധാന അധ്യാപകനുമായിരുന്ന ശ്രീ KP കുഞ്ഞിരാമൻ മാസ്റ്റർ, പ്രദേശത്തെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന വടയക്കണ്ടി ഗോപാലൻ മാസ്റ്റർ, ഗായികയും മികവുറ്റ അധ്യാപികയുമായ ശ്രീമതി KT മീനാക്ഷിയമ്മ, ദശാബ്ദത്തോളം ഹെഡ്മാസ്റ്ററായിരുന്ന KM കുങ്കൻ മാസ്റ്റർ, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ശാരദ ടീച്ചർ, പ്രഗത്ഭ ഹിന്ദി അധ്യാപകനായിരുന്ന പവിത്രൻ മാസ്റ്റർ, ഹെഡ്മാസ്റ്റർമാരായിരുന്ന ശ്രീ CK ബാലകൃഷ്ണൻ മാസ്റ്റർ, ശ്രീ P ബാലകൃഷ്ണൻ മാസ്റ്റർ, വളരെ കാലം ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിച്ച ശ്രീ KM ഗോപാലൻ എന്നീ മഹത് വ്യക്തികൾ ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. മൺമറിഞ്ഞ അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കട്ടെ. ഒരു വിദ്യാലയ വർഷം കൂടി ഭൂതകാലത്തിലേക്ക് വഴുതി വീഴുമ്പോൾ 124 വർഷത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. 2000 സ്കൂളിൻ്റെ 100ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചിരുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ആയിരങ്ങൾക്ക് വിദ്യ പകർന്ന ഈ വിദ്യാലയം ഏതാണ്ട് 135 വർഷം മുമ്പ് ചാനിയം കടവിന് സമീപമുള്ള കണിയാണ്ടിപ്പൊയിൽ എന്ന സ്ഥലത്ത് ശ്രീ കുരുടിപ്പുറത്ത് കണ്ണൻ വൈദ്യർ, നിരവത്ത് ശങ്കരൻ ഗുരുക്കൾ എന്നിവർ ചേർന്ന് ഒരു എഴുത്തുപള്ളിക്കൂടം സ്ഥാപിച്ചു. പിന്നീട് 1901 മുതൽ ഈ വിദ്യാലയം തിരുവള്ളൂർ ഗേൾസ് എലിമെൻ്ററി സ്കൂൾ എന്നറിയപ്പെടാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ശ്രീ കോട്ടപ്പാറക്കൽ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉടമസ്ഥാവകാശം വാങ്ങുകയും ഇന്ന് സ്ഥിതി ചെയ്യുന്ന കണ്ണോത്ത് വയലിൽ എന്നിവിടത്തേക്ക് സ്ഥലം മാറുകയും ചെയ്തു. അന്നു മുതൽ തിരുവള്ളൂർ ഈസ്റ്റ് UP സ്കൂൾ എന്നറിയപ്പെടാൻ തുടങ്ങി. മാനേജരും ഹെഡ്മാസ്റ്ററും ശ്രീ കുഞ്ഞിരാമൻ മാസ്റ്റർ തന്നെയായിരുന്നു. പിന്നീട് ശ്രീ KM കുങ്കൻ മാസ്റ്റർ ഹെഡ്മാസ്റ്ററായി നിയമിക്കപ്പെട്ടു. 1966 പ്രസ്തുത വിദ്യാലയം UP സ്കൂളായി ഉയർത്തപ്പെട്ടു. 1977 ശ്രീ കുങ്കൻ മാസ്റ്റർ സർവീസിൽ നിന്ന് വിരമിക്കുകയും 2000 വരെ ശ്രീ VK കുട്ടി മാസ്റ്റർ ഹെഡ്മാസ്റ്ററാവുകയും ചെയ്തു. 1987 മാനേജർ ശ്രീ KP കുഞ്ഞിരാമൻ മാസ്റ്റർ നിര്യാതനായതിനെ തുടർന്ന് ഭാര്യ ശ്രീമതി ചിരുത കുറഞ്ഞ കാലം മാനേജരാവുകയും അതിനുശേഷം മൂത്ത മകൻ ശ്രീ KP ബാലകൃഷ്ണൻ മാനേജരാവുകയും ചെയ്തു. 2012 സെപ്റ്റംബറിൽ സ്കൂളും സ്ഥലവും ശ്രീമതി ചാലോത്ത് വിലാസിനി വാങ്ങുകയും മാനേജ്മെൻറ്റ് അവരുടെ പേരിൽ മാറുകയും ചെയ്തു.
ഇന്ന് നമ്മുടെ സ്കൂളിൽ 16 ക്ലാസ്സുകളിലായി 347 വിദ്യാർത്ഥികളും 22 അധ്യാപകരും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണുള്ളത്. പുതിയ മാനേജ്മെന്റിന് കീഴിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. 4 വാഹനങ്ങൾ ഇന്ന് സ്കൂളിൻ്റേതായിട്ടുണ്ട്. കുടിവെള്ളത്തിനായി കിണറും തിളപ്പിച്ചാറിയ വെള്ളവും പ്യൂരിഫയർ സംവിധാനവും സ്കൂളിലുണ്ട്. സ്കൂളും പരിസരവും വൃത്തിയായി സംരക്ഷിക്കുന്നതിനും ശുചീകരിക്കുന്നതിനും ഒരാളെ നിയമിച്ചിട്ടുണ്ട്. വിശാലമായ ഒരു കളിസ്ഥലവും സ്കൂളിനുണ്ട്. സ്കൂളിൻ്റെ 117-ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകരായ ശ്രീ NR നാരായണൻ മാസ്റ്റർ, ശ്രീമതി ജലജ ടീച്ചർ എന്നിവർക്കുള്ള യാത്രയയപ്പും വിവിധ പരിപാടികളോടെ നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു. പുസ്തകപ്പാറ്റ് എന്ന വേറിട്ട പരിപാടിയിലൂടെ നിരവധി പുസ്തകങ്ങൾ സ്കൂളിൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം ശ്രീ സജീവൻ മാസ്റ്ററുടെയും ശ്രീമതി തങ്ക ടീച്ചറുടെയും യാത്രയയപ്പ് വിവിധ പരിപാടികളോടെ നടത്തപ്പെട്ടു. പ്രധാനാധ്യാപികമാരായിരുന്ന ശ്രീമതി രാജേശ്വരി ടീച്ചറുടെയും ശ്രീമതി ശ്യാമള ടീച്ചറുടെയും കായികാധ്യാപകനായിരുന്ന ശ്രീ മുഹമ്മദ് അലി മാസ്റ്ററുടെയും യാത്രയയപ്പ് ജനപങ്കാളിത്തത്തോടെ നടത്തപ്പെട്ടു. മുൻ സാരഥികൾ, നമ്മുടെ വിദ്യാലയത്തിൽ ജോലി ചെയ്ത് വിരമിച്ചവരും ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്ത് മറ്റു വിദ്യാലയങ്ങളിൽ പോയി ജോലി ചെയ്ത് വിരമിച്ച അധ്യാപകരുമുണ്ട്. വളരെ കാലം സഹ അധ്യാപകനായും ഹെഡ് മാസ്റ്ററായും സേവനമനുഷ്ഠിച്ച, ഇന്നും സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന ശ്രീ VK കുട്ടി മാസ്റ്റർ, സഹ അധ്യാപകരായി വിരമിച്ച ശ്രീ M ചാത്തു മാസ്റ്റർ, ശ്രീമതി ON ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ചേരാപുരം UP സ്കൂൾ ഹെഡ് മാസ്റ്ററായി വിരമിച്ച PM ബാലൻ മാസ്റ്റർ, ഗവൺമെൻറ് UP സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപകനായി വിരമിച്ച ശ്രീ P നാണു മാസ്റ്റർ, ആലുവ സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീമതി ഇന്ദിര ടീച്ചർ, പൊയിൽക്കാവ് സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീ PM ചന്ദ്രിക ടീച്ചർ, പൂനൂർ ഗവൺമെൻറ് UP സ്കൂളിൽ നിന്നും വിരമിച്ച ഉറുദു അധ്യാപകൻ A സൈദലവി തങ്ങൾ, ഹെഡ്മിസ്ട്രസ്സായി വിരമിച്ച N പത്മിനി ടീച്ചർ, അറബിക് അധ്യാപകൻ ശ്രീ മൊയ്തു മാസ്റ്റർ, ശ്രീ ഹമീദ് മാസ്റ്റർ, സംസ്കൃതം അധ്യാപിക ശ്രീമതി സൗമിനി ടീച്ചർ, ശ്രീ ഗോപാലൻ മാസ്റ്റർ എന്നിവർ നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയവരാണ്. സ്കൂൾ അസംബ്ലി. സ്കൂൾ അസംബ്ലിക്ക് സ്കൂൾ ലീഡർ ദിയാലക്ഷ്മിയും സെക്കൻഡ് ലീഡർ ഋതുൽ NVയും നേതൃത്വം നൽകുന്നു. കുട്ടികളിൽ അച്ചടക്ക ബോധമുണ്ടാക്കാനും അവർക്ക് വേണ്ട പൊതുനിർദ്ദേശങ്ങൾ നൽകാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും അസംബ്ലി ഉപയോഗപ്പെടുത്തുന്നു. സ്കൂൾ ലൈബ്രറി. നവീകരിക്കപ്പെട്ട ലൈബ്രറിയും വായനാ കോർണറുകളും സ്കൂളിൽ പ്രവർത്തിക്കുന്നു. 117-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുസ്തകപ്പയറ്റിൽ നിരവധി പുസ്തകങ്ങൾ സമാഹരിക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ KC ബിജു സ്കൂൾ ലൈബ്രറിക്ക് 8000 രൂപയുടെ പുസ്തകം തന്നത് വിസ്മരിക്കാൻ കഴിയില്ല. പിറന്നാളിന് ഒരു പുസ്തകം എന്ന പദ്ധതിയിലൂടെ ഈ വർഷവും പുസ്തക സമാഹരണം നടത്തിവരുന്നു. സ്കൗട്ട് ആൻഡ് JRC യൂണിറ്റുകൾ സ്കൂൾ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. JRCയിൽ 45 വിദ്യാർത്ഥികളും സ്കൗട്ടിൽ 32 വിദ്യാർത്ഥികളും പ്രവർത്തിക്കുന്നു. അരുൺ മാസ്റ്ററും സുഷമ ടീച്ചറും ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. കമ്പ്യൂട്ടർ പഠനത്തിനായി മികച്ച സൗകര്യങ്ങൾ സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സർക്കാരിൽ നിന്ന് ലാപ്ടോപ്പുകളും സ്കൂൾ മാനേജർ കമ്പ്യൂട്ടറുകളും സ്കൂളിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഒരു ലിറ്റിൽ തിയേറ്ററും 1-ാം ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമായി പ്രവർത്തിക്കുന്നു. കലാ സാഹിത്യം. വിവിധ തരം സാഹിത്യ മത്സരങ്ങളിലൂടെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം സാഹിത്യവേദി സ്കൂളിൽ സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. കായിക രംഗം. സൗമ്യതയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച പകരം വെക്കാനാവാത്ത കായിക അധ്യാപകനായിരുന്നു ശ്രീ മുഹമ്മദ് അലി മാസ്റ്റർ. 2022-ൽ സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീമതി നയന ടീച്ചർ ഈ വർഷം ചാർജ് എടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം തോടന്നൂർ സബ് ജില്ലയിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സൗമ്യത മെമ്മോറിയൽ UP സ്കൂളിനായിരുന്നു. ഈ വർഷം ജില്ലാ സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് നമ്മുടെ സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിഷ് ശൈലേഷിന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. ഒപ്പം 6-ാം ക്ലാസ്സിലെ സഫാന ഫാത്തിമയ്ക്കും 7-ലെ ശിവാനി എമ്മിനും സബ് ജില്ലയിലെ ഹൈജമ്പിന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. പഠനയാത്ര. വർഷം തോറും പഠനയാത്രകളും ഫീൽഡ് ട്രിപ്പുകളും സ്കൂൾ സംഘടിപ്പിക്കാറുണ്ട്.
വിദ്യാർത്ഥികൾക്ക് യാത്രാ വിവരണങ്ങൾ തയ്യാറാക്കാനും അന്വേഷണ ത്വര സൃഷ്ടിക്കാനും ഇത്തരം യാത്രകൾ സഹായിക്കുന്നു. സ്കോളർഷിപ്പുകൾ. LSS, USS സ്കോളർഷിപ്പുകൾക്ക് പുറമെ അറബിക്, ഉറുദു, സംസ്കൃതം സ്കോളർഷിപ്പുകൾ സ്കൂൾ പരിശീലനം നൽകി വരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഒട്ടനവധി സ്കോളർഷിപ്പുകൾ നേടിയെടുത്ത പ്രതിഭാധരായ വിദ്യാർത്ഥികൾ തോടന്നൂർ സബ് ജില്ലയിലെ അക്കാദമിക് രംഗത്ത് സൗമ്യതയ്ക്ക് പൊൻതൂവൽ നേടിക്കൊടുത്തിട്ടുണ്ട്. PTA, MPTA, SSG. വിദ്യാലയത്തിൽ പ്രവർത്തനക്ഷമതയുള്ള അധ്യാപക രക്ഷാകർതൃ സമിതിയും മാതൃസമിതിയും സപ്പോർട്ടിംഗ് ഗ്രൂപ്പും വിദ്യാലയ വർഷാരംഭത്തിൽ തന്നെ രൂപം നൽകാറുണ്ട്. നിലവിൽ PTA പ്രസിഡന്റായി NM ചന്ദ്രൻ, MPTA ചെയർമാനായി കുറുമണ്ണിൽ മുബീന എന്നിവർ പ്രവർത്തിക്കുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും SSGയുടെ പിന്തുണ ലഭിക്കാറുണ്ട്. SSG ചെയർമാൻ വാർഡ് മെമ്പർ പ്രസീന അരിക്കുറങ്ങോട്ടാണ്. LKG, UKG. നമ്മുടെ സ്കൂളിനോട് ചേർന്നുകൊണ്ട് ഒരു ശിശു സൗഹൃദ പ്രീ പ്രൈമറി പ്രവർത്തിക്കുന്നുണ്ട്. LKG, UKG ക്ലാസുകളിലായി 40ഓളം കൊച്ചുകുട്ടികൾ അവിടെ പഠനം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്കൂൾ മാനേജർ ഒരുക്കുന്നു. കർമ്മമണ്ഡലത്തിൽ തിളങ്ങി നിന്ന 2 പ്രതിഭാധനരായ അധ്യാപകർക്കാണ് ഇന്ന് യാത്രയയപ്പ് നൽകുന്നത്. 2022 മുതൽ പ്രധാനാധ്യാപികയായ ശ്രീമതി ലത ടീച്ചർ 3 പതിറ്റാണ്ടിലേറെ കാലം നമ്മുടെ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു. പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരിയായ അധ്യാപികയായ ഇവർ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന ഹിന്ദി അധ്യാപകനാണ് ശ്രീ ശ്രീധരൻ മാസ്റ്റർ. സ്കൂളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ക്ലാസുകൾ വർദ്ധിപ്പിക്കുന്നതിലും ശ്രീധരൻ മാസ്റ്ററുടെ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ഇന്നും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകുന്നു. സ്കൂളിൻ്റെ ഉച്ചഭക്ഷണ ചുമതലയും സ്റ്റോറിൻ്റെ ചുമതലയും വഹിക്കുന്ന ഇദ്ദേഹം വളരെ സൗമ്യമായാണ് എല്ലാവരോടും ഇടപെടാറുള്ളത്. രാപ്പകലില്ലാതെ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീധരൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃക കൂടിയാണ്.